Hi dears, welcome back to Jenisha's class. It's me, Jenisha. Today we are going to discuss a new chapter from 9th standard. The title of this chapter is Sun, the Ultimate Source. In the first page of your textbook, you can see two maps of India. You have to observe, compare and find out something. Is the temperature the same at different places on the same day? Is the temperature experienced at a particular place the same in all seasons? അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് പേജിൽ തന്നെ രണ്ട് മാപ്പ് കാണാം. ഇന്ത്യയുടെ മാപ്പ് ടെമ്പറേച്ചറിൻ്റെ വേരിയേഷനെ കാണിക്കുന്ന രണ്ട് മാപ്പാണ്. ഈ രണ്ട് മാപ്പിനെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് എല്ലായിടത്തും ടെമ്പറേച്ചർ ഒരുപോലെയാണോ അനുഭവപ്പെടുന്നത്? വ്യത്യസ്ത സീസണുകളിലും ടെമ്പറേച്ചറിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നീ കാര്യങ്ങൾ ഈ മാപ്പിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. From the comparison of these two maps, you can clearly understand that temperature is not same at all places. It's not uniform. Temperature എല്ലായിടത്തും ഒരുപോലെയല്ല എന്ന് നമുക്ക് ഈ മാപ്പിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. It will be vary accordance with the time and place. ടൈമും പ്ലേസും ഒക്കെ അനുസരിച്ച് ടെമ്പറേച്ചറിൽ എന്തുണ്ടായിരിക്കും? മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഈസ് നോട്ട് സെയിം അറ്റ് ഓൾ പ്ലേസസ്. ഇറ്റ് വിൽ ബി വാരി അക്കോർഡൻസ് വിത്ത് ടൈം ആൻഡ് പ്ലേസ്. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് വാട്ട് ഈസ് ഇൻസൊലേഷൻ. You know very well, the solar energy reaches on the Earth's surface in the form of short waves. That is known as insolation. This insolation is then transformed to the atmosphere from the Earth's surface through the various processes. അതായത് സോളാർ എനർജി എർത്തിലേക്ക് എങ്ങനെ വരുന്നത്? ഷോർട്ട് വേവ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻസുലേഷൻ എന്ന് പറയുന്നത്. പിന്നീട് ഈ ഇൻസുലേഷൻ എന്ത് ചെയ്യപ്പെടും? എർത്ത് സർഫേസിൽ നിന്ന് വീണ്ടും അത് എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യുന്നു. എർത്തിൽ നിന്ന് എങ്ങോട്ട് തന്നെ? മുകളിലേക്ക് തന്നെ പോവും, അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ പോവും, അല്ലെങ്കിൽ ഔട്ടർ സ്പേസിലേക്ക് തന്നെ പോവും. അത് എങ്ങനെയാണ്? അത് വ്യത്യസ്തമായിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇൻസുലേഷൻ എന്ത് ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് പ്രോസസ്സസ് ഓഫ് ദി ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ അറ്റ്മോസ്ഫിയർ. There are mainly four processes of the heat transfer. First one, conduction. Second one, convection. Third one, advection. And fourth one, terrestrial radiation. അതായത് ഹീറ്റ് പ്രധാനമായും അറ്റ്മോസ്ഫിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന പ്രധാന രീതിയിലാണ്. അതിന് ഒന്നാമത്തത് പറയുന്നത് കണ്ടക്ഷൻ, സെക്കൻഡ് വൺ കൺവെക്ഷൻ, തേർഡ് വൺ അഡ്വെക്ഷൻ ആൻഡ് ഫോർത്ത് വൺ ടെറസ്ട്രിയൽ റേഡിയേഷൻ. ലെറ്റ് us ഡിസ്കസ് ഈച്ച് ഓഫ് ദം സെപ്പറേറ്റ്ലി. നമുക്ക് നാലും എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് കണ്ടക്ഷൻ. വാട്ട് ഈസ് കണ്ടക്ഷൻ? ഇറ്റ്സ് എ ഹീറ്റ് ട്രാൻസ്ഫർ മെത്തേഡ്. നമ്മൾ പറഞ്ഞു ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ എന്താണ് കണ്ടക്ഷൻ? ദ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദാറ്റ് പാർട്ട് ഓഫ് അറ്റ്മോസ്ഫിയർ ക്ലോസ് ടു ദി ഹോട്ട് സർഫേസ് ഓഫ് ദി എർത്ത്. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. എവിടെ നിന്ന്? എർത്തിൻ്റെ ക്ലോസ് സർഫേസിൽ നിന്നും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കണ്ടക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കൺവെക്ഷൻ. ഫ്രം ദിസ് ഫിഗർ യു ക്യാൻ understand very well that the heated air expands and rises up. What happened? The heated air expands and rises up. എയർ ഹീറ്റ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം when the air get heated it lost its density. അതിൻ്റെ ഡെൻസിറ്റി നഷ്ടമാവും. അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങും? അത് പൊങ്ങാൻ തുടങ്ങും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കൺവെക്ഷൻ എന്ന് പറയുന്നത്. The third one is advection. Look this figure. It's an horizontal transfer of the air.
by wind. Here air is transferred horizontally by wind. അതായത് എയർ എന്ത് ചെയ്യുക, ഹൊറിസോണ്ടലായിട്ട്, ഇതിന് പറയും നമ്മൾ ഹൊറിസോണ്ടൽ എന്നാണ് അല്ലേ. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് എയർ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. എന്ത് കാരണം? വിൻഡ് കാരണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡ്വെക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ ഈസ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ദ എയർ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദി എർത്ത് സർഫേസ് to the outer space in the form of long waves. That is known as terrestrial radiation. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഇൻസുലേഷൻ that means solar energy reaches on the earth surface in the form of short waves. സോളാർ എനർജി ഭൂമിയിലേക്ക് എത്തുന്നത് ഇൻസുലേഷൻ ഷോർട്ട് വേവ്സ് ആയിട്ടാണ്. അതുപോലെ തന്നെ ടെറസ്ട്രിയൽ റേഡിയേഷൻ സ്പേസിലേക്ക് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? അത് ലോങ് വേവ്സ് ആയിട്ടാണ്. അത് രണ്ടും കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇങ്ങോട്ട് വരുന്നത് ഷോർട്ട് വേവ്സും അങ്ങോട്ട് പോകുന്നത് ലോങ് വേവ്സും ആയിട്ടാണ്. ഓക്കെ ആണോ? ദീസ് ആർ ദി 4 ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ അറ്റ്മോസ്ഫിയർ. യു നോ വെരി വെൽ അബൌട്ട് അറ്റ്മോസ്ഫിയർ കണ്ടെയ്ൻസ് ഡിഫറെൻറ്റ് ഗ്യാസസ്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ഗ്യാസസ് ഉണ്ട്. വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ഗ്യാസസ് കണ്ടെയ്ൻസ് ഇൻ അറ്റ്മോസ്ഫിയർ? യെസ്, കാർബൺ ഡയോക്സൈഡ്, methane, silicon, etc. When the amount of these gases increases, what happened? Temperature also increases. It will be led to the different phenomena like greenhouse gases, global warming, etc. അത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് ഗ്യാസസ് ഉണ്ട്. ഈ ഗ്യാസസിലൊക്കെ ഇൻക്രീസ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് നമുക്ക് ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്ലോബൽ വാർമിംഗ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് വാട്ട് ഈസ് ഹീറ്റ് ബജറ്റ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഹീറ്റ് ബജറ്റ്. അറിയാം അല്ലേ? എന്നാൽ എന്താണ് ഹീറ്റ് ബജറ്റ്? ദ ബാലൻസ് ബിറ്റ്വീൻ ദ ഇൻസലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ഈസ് നോൺ ആസ് ഹീറ്റ് ബജറ്റ്. അപ്പോൾ ഈ ഹീറ്റ് ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലൻസ് ബിറ്റ്വീൻ ഇൻസുലേഷൻ and terrestrial radiation. ഇൻസുലേഷനും ടെറസ്ട്രിയൽ റേഡിയേഷനും ഒരുപോലെ ആയാൽ അതിനെയാണ് ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്നത് അല്ലേ? ഹീറ്റ് ബജറ്റ്. ജസ്റ്റ് ഇമാജിൻ സോളാർ എനർജി റീച്ചസ് ഓൺ ദി എർത്ത് സർഫേസ് ആസ് 100%. അതായത് സോളാർ എനർജി ദാറ്റ് മീൻസ് ഇൻസുലേഷൻ എർത്തിലേക്ക് എത്തുന്നത് എത്ര ശതമാനമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക? 100% എടുക്കുക. 100 യൂണിറ്റ്സ് ഓർ 100%. ഓക്കെ, ഫ്രം ദീസ് 100%, 35% റിഫ്ലക്റ്റഡ് ബൈ അറ്റ്മോസ്ഫിയർ ഇറ്റ്സെൽഫ്. ഇതിൽ 35% ആര് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിൽ തന്നെ അങ്ങോട്ട് പോകും. 35%, 100 എടുത്തു, അതിൽ 35 അറ്റ്മോസ്ഫിയറിൽ തന്നെ പോയി. ദെൻ ബാലൻസ് നിങ്ങൾക്കറിയാം, 100 35 കുറച്ച് 65. ഈ ഫ്രം ദീസ് 65%, 51% അബ്സോർബ്ഡ് ബൈ എർത്ത് സർഫേസ്. അതിൽ 51% ആര് അബ്സോർബ് ചെയ്യും? എർത്ത് സ്വീകരിക്കും. ദെൻ ബാലൻസ് 14% അബ്സോർബ്ഡ് ബൈ ക്ലൗഡ്സ്. 14% ആരും അബ്സോർബ് ചെയ്യും? ക്ലൗഡ്സും അബ്സോർബ് ചെയ്യും. നോക്കാം, 51 + 14 65. ഈ 65ഉം ഈ 35 ടോട്ടൽ 100%. സിമ്പിളായിട്ട് പറയാം, 100% ഇൻസുലേഷൻ, അതിൽ 35% വരുമ്പോൾ തന്നെ അറ്റ്മോസ്ഫിയറിൽ അങ്ങോട്ട് റിഫ്ലക്റ്റ് ആയി പോവും. ബാക്കി വരുന്നതിൽ 65%, അതിൽ 55% എന്ത് ചെയ്യും? എർത്ത് റിസീവ് ചെയ്യും. 14% ആര് റിസീവ് ചെയ്യും? ക്ലൗഡ്സ് റിസീവ് ചെയ്യും. ദാറ്റ് ഈസ് ഇൻസുലേഷൻ. ഇനി ടെറസ്ട്രിയൽ റേഡിയേഷൻ വേണ്ടേ? ഇത് എങ്ങോട്ട് റിട്ടേൺ ചെയ്യണം? ഇറ്റ് റിട്ടേൺ ബാക്ക് ടു അറ്റ്മോസ്ഫിയർ ഇഫ് ദ എർത്ത് മെയിൻറ്റെയിൻ ദ ഹീറ്റ്സ്. ഓക്കെ, അപ്പോൾ നോക്കുക എങ്ങനെയാണ് റിട്ടേൺ ആയിട്ട് പോകുന്നത് നോക്കുക. ദെൻ ദി ടെറസ്ട്രിയൽ റേഡിയേഷൻ ഇറ്റ്സ് ഓൾസോ ടേക്ക് ഇറ്റ് ആസ് ഇൻ 100%. വി ഓൾറെഡി ഡിസ്കസ്ഡ് ഫ്രം ദിസ് 100%, 35% റിഫ്ലക്റ്റഡ് അറ്റ്മോസ്ഫിയർ ഇറ്റ്സെൽഫ്. ഇതിലും എന്തുണ്ട്? ഇപ്പോൾ ഇൻസുലേഷനും നമ്മൾ 100 എടുത്തു, അതുപോലെ തന്നെ ടെറസ്ട്രിയൽ റേഡിയേഷൻ 100 എടുക്കുക. അതിൽ 35% ഓൾറെഡി അറ്റ്മോസ്ഫിയർ റിഫ്ലക്റ്റ് ചെയ്തു, ബാക്കി 65%. ഈ 65% നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് വന്നു? 14% അബ്സോർബ്ഡ് ബൈ ക്ലൗഡ്. ദെൻ 51% എർത്ത് അബ്സോർബ് ചെയ്തില്ലേ?
From this 51%, 34% absorbed by dust particles and then 17% directly goes back to outer space. അപ്പോൾ ടോട്ടൽ എത്രയും നോക്കി 14 ക്ലൗഡ്സ് 34 ഡസ്റ്റ് പാർട്ടിക്കിൾസ് 17 ഔട്ടർ സ്പേസ്. ടോട്ടൽ 65%. ദെൻ ഈ 65 പ്ലസ് 35 നേരത്തെ അറ്റ്മോസ്ഫിയറിൽ റിഫ്ലക്റ്റ് ചെയ്ത് 35 കൂട്ടിയാൽ 100%. ത്രൂ ദിസ് വേ എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ഇവിടെ ബാലൻസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഹീറ്റ് ബാലൻസ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മുടെ ഭൂമി എന്താവാം, ചുട്ടുപൊള്ളാൻ സാധ്യതയുണ്ട്. അതിനെയാണ് ഹീറ്റ് ബജറ്റ് എന്ന് പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ദെർ ഈസ് എ ടേബിൾ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ലിസൺ ദിസ്. എമൗണ്ട് ഓഫ് എനർജി റിഫ്ലക്റ്റഡ് ബൈ ദി അറ്റ്മോസ്ഫിയർ ആൻഡ് എർത്ത് സർഫേസ്. അവിടെ നിങ്ങൾക്ക് കാണാം 35 യൂണിറ്റ്. അത് നമ്മൾ ആദ്യമേ പറഞ്ഞു 35 യൂണിറ്റ് എന്ത് ചെയ്തതാണ്, റിഫ്ലക്റ്റ് ചെയ്തു വന്നു. ദെൻ എനർജി റീച്ചിങ് ദി എർത്ത് സർഫേസ് 51 യൂണിറ്റ്സ്. ആര് അബ്സോർബ് ചെയ്തു, എർത്ത് അബ്സോർബ് ചെയ്തു. ദെൻ എനർജി ഹെൽഡ് ബൈ ദി അറ്റ്മോസ്ഫിയർ 14 യൂണിറ്റ്സ്. then total energy 65 units. then direct terrestrial radiation 17 units പോയി. അതിൽ നിന്ന് radiation from the atmosphere 48 units ഉണ്ട്. ആ 48 വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. 14% absorbed by the clouds and 34% absorbed by the dust particles. അങ്ങനെയാണ് 65% അവിടെ കിട്ടുന്നത് കേട്ടോ. next we have to discuss temperature. Temperature is a degree of hotness of the atmosphere. Which instrument we are using to measure atmospheric temperature? Yes, we are using thermometer. Atmospheric temperature measure ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് എന്താണ്? Thermometer ആണ്. Then what is diurnal range of temperature? The difference between maximum temperature and minimum temperature of a day is called diurnal range of temperature. എങ്ങനെയാണ് നമുക്ക് ഡയurnal range of temperature കിട്ടുക? maximum temperature of a day minus minimum temperature of a day. അതായത് മാക്സിമം ടെമ്പറേച്ചറിൽ നിന്ന് മിനിമം ടെമ്പറേച്ചർ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഡയurnal range of temperature. കൊച്ചി the maximum temperature experiences 33 degrees Celsius. Minimum temperature experience 28 degree Celsius. How can we calculate diurnal range of temperature? അതായത് കൊച്ചിയിലെ മാക്സിമം ടെമ്പറേച്ചർ 33 ഡിഗ്രി സെൽഷ്യസും മിനിമം ടെമ്പറേച്ചർ 28 ഡിഗ്രി സെൽഷ്യസും ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഡയurnal range of temperature കണ്ടെത്താം? എളുപ്പമാണ്. നമുക്കറിയാം മാക്സിമം ടെമ്പറേച്ചറിൽ നിന്ന് മിനിമം ടെമ്പറേച്ചർ കുറച്ചാൽ എന്ത് കിട്ടും? ഡയurnal range of temperature കിട്ടും. അപ്പോൾ എത്രയാണ് മാക്സിമം? 33 മൈനസ് 28. ദാറ്റ് മീൻസ് 5 ഡിഗ്രി സെൽഷ്യസ്. ദി ഡയurnal range of temperature in Kochi is 5 degree Celsius. Daily mean temperature. Average temperature of a day is called daily mean temperature. അതായത് ഒരു ദിവസത്തെ ആവറേജ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയാം. ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദിസ്? ഇത് നമുക്ക് എങ്ങനെ കണക്കാക്കാം? ഇറ്റ്സ് വെരി ഈസി, വളരെ സിമ്പിളാണ്. ദ മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 2. അതായത് മാക്സിമം ടെമ്പറേച്ചറിനെ മിനിമം ടെമ്പറേച്ചറോട് കൂട്ടി അതിന് 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. അപ്പോൾ നേരത്തെ തന്നെ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. നമ്മൾ പറഞ്ഞു കൊച്ചിയിലെ മാക്സിമം ടെമ്പറേച്ചർ 33 ഡിഗ്രിയാണ്, മിനിമം ടെമ്പറേച്ചർ
28 ഡിഗ്രിയാണ്. അപ്പോൾ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും കൂട്ടി ബൈ 2. ദാറ്റ് മീൻസ് 61 divided by 2, 30.5. 30.5 degrees Celsius is a daily mean temperature of Kochi. Isotherms. What is isotherms? എന്താണ് isotherms? Is an imaginary line or smooth curved line joining the places having the same atmospheric temperature in the maps. അതായത് ഇതെന്താണ്, ഒരു ഇമാജിനറി ലൈനാണ് അല്ലെങ്കിൽ ഒരു സ്മൂത്ത് കേർവ്ഡ് ലൈനാണ്. ഇത് എന്തിൽ വരയ്ക്കുന്നതാണ്? നമ്മുടെ മാപ്പിൽ ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ്, അതായത് ഇറ്റ്സ് എൻ സ്മൂത്ത് കേർവ്ഡ് ലൈൻസ് ജോയിനിങ് ദി പ്ലേസസ് ഹാവിങ് സെയിം അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എങ്ങനെയുള്ള, അതായത് ഒരേ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി വരയ്ക്കുന്ന ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐസോതേംസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ലൈന് കാണിക്കുന്നത് എന്തായിരിക്കും? ജസ്റ്റ് ഇമാജിൻ ഇറ്റ്സ് എ മാപ്പ്. ഇത് മാപ്പാണ് ചിന്തിക്കുക. ഇത് ഇങ്ങനെ വരയ്ക്കുന്ന ഇമാജിൻ സ്മൂത്ത് കേർവ്ഡ് ലൈനായിരിക്കാം. ഇവിടെ 28 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് കടന്നു പോകുന്ന എല്ലാ പ്രദേശങ്ങളിലും എന്തായിരിക്കും? 28 ഡിഗ്രി സെൽഷ്യസ് തന്നെയായിരിക്കും ടെമ്പറേച്ചർ ഉണ്ടായിരിക്കുക. 30 ഡിഗ്രി ആണെങ്കിൽ ഈ ലൈന് കടന്നു പോകുന്ന എല്ലാ പ്രദേശങ്ങളും 30 ഡിഗ്രി ആയിരിക്കും. ദെൻ ദിസ് വൺ 32 ഡിഗ്രി. ദെൻ ഇത് കടന്നു പോകുന്ന എല്ലാ സ്ഥലങ്ങളും 32 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ മാപ്പിൽ ടെമ്പറേച്ചർ കാണിക്കാൻ വേണ്ടി വരയ്ക്കുന്ന സ്മൂത്ത് കർവ്ഡ് ലൈനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐസോതേംസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഐസോതേംസ്? ഇറ്റ്സ് എൻ സ്മൂത്ത് കർവ്ഡ് ലൈൻസ് ജോയിനിങ് ദി പ്ലേസസ് ഹാവിങ് ദ സെയിം അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻ ദീസ് മാപ്സ്. ഗോട്ട് ഇറ്റ്? The last one is, which are the major factors influencing the atmospheric temperature? There are mainly 4 factors. First one altitude, second one latitude, third one nearness of ocean, and fourth one wind. Let us discuss each of them individually. ഇനി നമുക്ക് ഈ ടെമ്പറേച്ചറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ടെമ്പറേച്ചറിൽ മാറ്റം ഉണ്ടാവുന്നതെന്ന് പഠിക്കണം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ലാറ്റിറ്റ്യൂഡ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. വിച്ച് ആർ ദി മേജർ ലാറ്റിറ്റ്യൂഡ്സ്? യെസ്, ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ആർട്ടിക് സർക്കിൾ ആൻഡ് അന്റാർട്ടിക്ക. These are the major latitude you have studied in your earlier classes. Equator, Tropic of Cancer, Tropic of Capricorn, Arctic Circle and Antarctic Circle 66.5 degree on both sides. Then North Pole and South Pole 90 degree. Then Equator 0 degree, Cancer and Capricorn both are in 23.5 degree. നിങ്ങൾക്ക് അറിയാം, ഇക്വേറ്റർ 0 ഡിഗ്രി, ട്രോപ്പിക് ഓഫ് ക്യാൻസറും കാപ്രിക്കോണും 23.5 ഡിഗ്രി നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഉണ്ടാവും. ആർട്ടിക് സർക്കിളും അന്റാർട്ടിക് സർക്കിളും 66.5 ഡിഗ്രി നോർത്തിലും സൗത്തിലും ഉണ്ടാവും. ദെൻ നോർത്ത് പോളും സൗത്ത് പോളും. എങ്ങനെയാണ് ഹിയർ എക്സ്പീരിയൻസ് ടെമ്പറേച്ചർ? യു നോ ത്രൂ ദ ഇക്വേറ്റർ എക്സ്പീരിയൻസ് ഹയസ്റ്റ് ടെമ്പറേച്ചർ ബിക്കോസ് ദ സൺറൈസ് ഫോൾസ് വെർട്ടിക്കലി ഓവർ ദിസ് പ്ലേസ്. അതായത് ഇക്വേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്താണ്? ഹെവി ടെമ്പറേച്ചറാണ്. കാരണം എന്താണ്? ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ സൂര്യരശ്മി സൺറൈസ് ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണ്? വെർട്ടിക്കലായിട്ട്. ചൂട് നേരിട്ട് പതിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ചൂട് അനുഭവപ്പെടും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇക്വേറ്ററിൽ സൺറൈസ് ഫോൾസ് വെർട്ടിക്കലി, സോ ഹിയർ എക്സ്പീരിയൻസ് ഹെവി ടെമ്പറേച്ചർ. ഓക്കെ, ദിസ് സോൺ ഈസ് നോൺ ആസ് ടോറിഡ് സോൺ. വാട്ട് അബൌട്ട് ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് കാപ്രിക്കോൺ? ഇൻ ദീസ് പ്ലേസ് സൺറൈസ് ഫോൾസ് ലാൻഡിങ്. ഈ സ്ഥലങ്ങളിൽ സൺറൈസ് പതിക്കുന്നത് എങ്ങനെയാണ്? ചരിഞ്ഞിട്ടാണ് പതിക്കുന്നത്. ചരിഞ്ഞ് പതിക്കുമ്പോൾ എന്തായിരിക്കും? ടെമ്പറേച്ചർ വിൽ ബി ലോ, ടെമ്പറേച്ചർ കുറവായിരിക്കും. വാട്ട് അബൌട്ട് ദി പോൾസ്? ദ സൺറൈസ് ഫോൾസ് വെരി മച്ച് ഇൻക്ലൈൻഡ്. അതായത് പോൾസിലേക്ക് സൺറൈസ് പതിക്കുന്നത് എങ്ങനെയാണ്? വളരെയധികം ചരിഞ്ഞിട്ടാണ്. ഇതിന് കാരണം നമുക്കറിയാം എന്താണ്? ഭൂമിയുടെ റൊട്ടേഷനും അതുപോലെ തന്നെ എന്താണ്? ഭൂമിയുടെ ചരിവുമാണ് എന്തിന് കാരണം? ഇങ്ങനെ സൺറൈസിൽ വ്യത്യാസം വരാൻ കാരണം. ഇത്രയേ ഉള്ളൂ. ഇക്വേറ്റർ റീജിയൻ സൺറൈസ് ഫോൾസ് വെർട്ടിക്കലി, സോ വാട്ട് ഹാപ്പൻ? ഹിയർ എക്സ്പീരിയൻസ് ഹെവി ടെമ്പറേച്ചർ. ദെൻ Capricorn and Cancer sunrise falls slanting, so here experience low temperature. Then throughout the poles sunrise falls very much inclined, so here experience low temperature. Okay, the next one altitude. You know very well what is the meaning of altitude. Altitude means
ഹൈറ്റ് അല്ലേ, ഹൈറ്റിനെയാണ് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. വെൻ ദി ഹൈറ്റ് ഇൻക്രീസസ് വാട്ട് ഹാപ്പൻഡ്, ടെമ്പറേച്ചർ ഡിക്രീസസ്. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പം ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ വേറെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് നോർമൽ ലാബ്സ് റേറ്റ്. നോർമൽ ലാബ്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ 160 meter height 1 degree Celsius temperature decreases in the troposphere അല്ലേ. അതായത് നമ്മൾ ഓരോ 165 മീറ്റർ മുകളിലേക്ക് പോകും തോറും 1 degree Celsius ആയിട്ട് ടെമ്പറേച്ചർ കുറയുന്നു. അതിനെയാണ് നമ്മൾ നോർമൽ ലാബ്സ് റേറ്റ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒന്നുമില്ല, ഹൈറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? When the height increases, temperature decreases. When the height decreases, temperature increases. Third one, nearness of ocean. A region located nearby places of the ocean experience average temperature. അതായത് ഓഷ്യൻ്റെ അടുത്താണെങ്കിൽ എന്തായിരിക്കും? ടെമ്പറേച്ചർ ആവറേജ് ആയിരിക്കും. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? ദ റീസൺ ഈസ് സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്. അതിൻ്റെ പ്രധാന കാരണം സീ ബ്രീസ് ലാൻഡ് ബ്രീസ് ആണ്. ഒന്നുമില്ല, സീന്ന് ബ്രീസ് അതായത് കാറ്റ് വരുമ്പോൾ അതെന്തായിരിക്കും? ഒരുപാട് വാട്ടർ വേപ്പറിൻ്റെ കണ്ടൻ്റ് ആയിട്ട് വരിക. അപ്പോൾ എന്തായിരിക്കും? തണുത്തതായിരിക്കും. അപ്പോൾ അവിടെയുള്ള പ്രദേശങ്ങളൊക്കെ തണുപ്പുണ്ടാകും. ഓക്കെ ആണോ? അപ്പോൾ അതാണ് ഇതിന് കാരണം. എ റീജിയൻ ദാറ്റ് ലൊക്കേറ്റഡ് ഫാർ അവേ ഫ്രം ദി ഓഷ്യൻ ഡ്യൂറിങ് സമ്മർ സീസൺ എക്സ്പീരിയൻസ് സിവിയർ ഹീറ്റ് ആൻഡ് ഡ്യൂറിങ് വിൻ്റർ സീസൺ എക്സ്പീരിയൻസ് സിവിയർ കോൾഡ്. അപ്പോൾ ദൂരെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ എന്തുണ്ടാവും? ചൂടാണെങ്കിൽ നല്ല ചൂടായിരിക്കും, തണുപ്പാണെങ്കിൽ ഹെവി തണുപ്പായിരിക്കും. കാരണം എന്താ? അവിടെ എന്തിനും ഇൻഫ്ലുവൻസ് ഇല്ല, സീ ബ്രീസിൻ്റെ ലാൻഡ് ബ്രീസിൻ്റെയും ഇൻഫ്ലുവൻസ് ഇല്ല. ലാസ്റ്റ് പോയിൻ്റ് ഈസ് വിൻഡ്. വിൻഡ് എങ്ങനെയായിരിക്കും? when the hot wind increases the temperature and the cold wind decreases the temperature. ഹോട്ട് വിൻഡ് ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, കോൾഡ് വിൻഡ് ആണ് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. These are the 4 important factors influencing the atmospheric temperature. Got it? Okay, that's all my class. Next will be up soon. Till now, thank you. Bye.